തിരിഞ്ഞു തിന്നാണ്ട് എന്താ ഒരു പരിപാടി. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനമല്ല. ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓന്റെ കാമുകിക്കുള്ള ഫോംവിളിയിലാണ്. പ്രേമിക്കണോണ്ടൊന്നും കുഴപ്പമില്ല, ഇജന്നെ കെട്ടിക്കോണ്ടിന്നും പറഞ്ഞ് ഞാൻ അറിയാം. ഷൂവിന് ഒരു നനവുണ്ടതിനെ കൊണ്ട് കുറച്ചേരം വെയിലത്ത് വെച്ചതാണ്. ഇന്നാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വെയിലാ. മാക്സിമം 1 മണിക്കൂർ വെച്ചാൽ മതി, നല്ല ശരിക്കും ഉണങ്ങി കിട്ടും. ഇട്ടുപോയിന് ചെരുപ്പ് റൂമിന്റെ മുന്നിൽ ഇട്ടാണ്ട് ഞാൻ ബാഗ് ഓടി. കാരണം ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. ഷോപ്പെല്ലാം നേരത്തെ ക്ലോസ് ചെയ്തിരിക്കണേ, അവിടെ ഒന്നും ആരും കാണാനല്ല. ഞാനും തന്നെ വേഗം പള്ളിക്കൊക്കെ ഓടി. എനിക്കെന്താണോ വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിക്കൊക്കെ വേണോ. അല്ല ഉള്ളിൽ തന്നെ സ്ഥലം കിട്ടിയാൽ മതിയിരുന്നില്ല പ്രാർത്ഥനയോടെ ഞാൻ പള്ളിക്ക് എത്തിയപ്പോ സ്ഥലം മെയിനായിട്ട് ഉള്ളിൽ സ്ഥലം കിട്ടിയതാ. ഇതേമാതിരി AC-ൽ എന്താണ്ട് നിസ്കരിച്ച, അല്ലെങ്കിൽ പുറത്ത് ആ വെയിലും കൊണ്ട് നിൽക്കണ്ടേ. ഞാനാണെങ്കിൽ ഫാന്റെ ചോട്ടിൽ തന്നെ പോയി കുത്തുറന്നും ചെയ്യും. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് വെയിലിന്റെ കാഠിന്യാണ് മനസ്സിലായത്. മാർക്കറ്റിൽ നിന്ന് ഒരു തണുത്ത ഓറഞ്ചും കിട്ടി, അത് നിന്നാണ്ട് നേരെ ഷോപ്പിക്ക്. പിന്നെ അപ്പൊ തന്നെ പണി തുടങ്ങുമല്ലോ. ഇത് പിന്നെ നമ്മളെ ഷോപ്പിക്ക് സ്ഥിരമായിട്ട് വരുന്ന മലയാളികളാട്ടോ എന്നും. അതുപോലെ തന്നെ ഇത് വേറൊരു കസ്റ്റമർ വന്ന സൈക്കിളാട്ടോ. സൈക്കിൾ എന്ന് പറയാൻ പറ്റൂല, ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് സംഭവം. അതൊന്ന് ഓണാക്കിയാണ് ഞാൻ വെറുതെ ഒന്ന് ആക്സിലേറ്റർ വെച്ചതാ. വണ്ടി അതാ പോണു. ആദ്യം ഒന്ന് ഓണാക്കി നോക്കി, പിന്നെ ഒന്ന് ആക്സിലേറ്റർ വെച്ച് നോക്കി, പിന്നെ അതിമ്മ കയറി ഇരുന്നു. എന്നാ പിന്നെ ഒരു റൗണ്ടും കൂടി പോയിട്ട് വരാൻ എഴുതിയാണ് വണ്ടി എടുത്ത് ഞാൻ നേരെ വിട്ടു. സംഭവമാണെങ്കിൽ അടിപൊളിയാട്ടോ. ഇൻഷാ അല്ലാഹ് ഇതേമാതിരി ഒന്ന് വാങ്ങണം. അപ്പൊ ഇതും ശുഭം.